എച്ചോ ക്ലോത്ത് കേട്ടോ. ഞാൻ മാർക്കറ്റിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഇതിന്റെ ഒക്കെ റേറ്റ് കേട്ടാലേ ഇന്നത്തെ ക്രിസ്മസ് കളക്ഷൻ ലേഡീസിൽ വരുന്നത് വിമൻസി എന്ന ബ്രാൻഡാണ്. യൂണിഫോം നല്ല ഫോക്കസ് ചെയ്യുന്നുണ്ട്, കാരണം അത്രയും ഓർഡറുകൾ നമുക്ക് കിട്ടാറുണ്ട്. ലേറാന്ന് പറഞ്ഞാൽ നമ്മളെ ഓൺ ബ്രാൻഡ് ഐറ്റംസ് ആണ്. നമ്മൾ ഒരുപാട് വെറൈറ്റീസിൽ യൂണിഫോം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലൗസ് സെക്ഷനിൽ എന്താ കംപ്ലീറ്റ് കുർത്തീസ് ആണ്. എത്നിക് വെയർ ഐറ്റംസ് ആയാലും ഒക്കെ ഒരു എക്കണോമി റേഞ്ചിലാണ് ഇതിനകത്തുള്ളത്. തകർപ്പനായിട്ട് ഇവിടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ ബ്രാൻഡായ ഡോക്ടർ ലവ് നഴ്സിംഗ് കോട്ടാണ്. 50+ ബ്രാൻഡ്സ് ഓൺ ഡീൽ ചെയ്യുന്നതാണ്. നർത്തകി നമ്മളെ ഓൺ ബ്രാൻഡ് ആണ്. ഇവിടെയൊക്കെ പാർസൽ റെഡി ആയ അമേരിക്കയ്ക്കൊക്കെ പോണത് നമ്മളെ ബ്രാൻഡും കൂടിയാണ്. ഓൺ ബ്രാൻഡാണ് കുപ്പർ കിഡ്. ഇവിടെ വന്നപ്പോൾ ക്രിസ്മസ് വന്നു ഫീൽ തോന്നിയത്. ക്വാളിറ്റി ബെസ്റ്റ് ആണ്. ഇതുപോലത്തെ പ്രിന്റ് വല്ലയുടെ കയ്യിലുണ്ടോ? അത്രയ്ക്ക് സ്പെഷ്യൽ റേറ്റിലാണ് ഈ പ്രാവശ്യം മണിയൻ വാസു കോപ്പാസ് റെഡിയാക്കി. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ മലയാളികൾ തന്നെയല്ല, എല്ലാവരും ഒരു പ്രശ്നമാണ് വിലക്കുറവ് തപ്പി നടക്കുന്നത്. അപ്പൊ കേരളം വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിചാരം എന്താ, വിലക്കുറവും നല്ല ക്വാളിറ്റിയുള്ളത് കിട്ടുന്ന. അങ്ങനെയല്ല, നമ്മുടെ കേരളത്തിലും നല്ല ക്വാളിറ്റിയും വിലക്കുറവും കിട്ടുന്ന കടകളുണ്ട്. അങ്ങനത്തെ ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് മാർക്കറ്റിലാണ്. കോഴിക്കോട് മാർക്കറ്റിലെ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഈ കാണുന്നത് ന്യൂ ബസ് സ്റ്റാൻഡ് ആണ്. കോഴിക്കോട് ന്യൂ ബസ് സ്റ്റാൻഡിന്റെ അവിടെ വെച്ചിട്ട് അവിടുന്ന് ജസ്റ്റ് കാല് കുത്തി കഴിഞ്ഞാൽ ഈ ഒരു സെഞ്ചുറി കോംപ്ലക്സ് എന്നുള്ള മാർക്കറ്റിൽ വരാം. അല്ലെങ്കിൽ വണ്ടി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ ഒരു ഹ്യൂജ് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അത് 2 വീലർ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, എത്ര വലിയ വണ്ടി ആയിക്കോട്ടെ, ഇവിടെ കാർ മീൻസ് ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇനി നമ്മൾ വന്നിരിക്കുന്നത് 1, 2 അങ്ങനെ എന്താ പറയാ, ഒരു വലിയൊരു ബിഗ് ഹ്യൂജ് ഷോപ്പിലേക്കാണ്. അതും 1 lakh square feet ആണ് ഇവരെ ഈ ഒരു ഷോപ്പ് വരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ കോമപാസ മണിയൻ വാസു കോമപാസ റെഡിമെയ്ഡ്സ് ആൻഡ് സാരീസിൽ. അപ്പൊ ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് യൂണിഫോം സാരീസ്. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ പുതിയ ട്രെൻഡി കളക്ഷൻസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കയറി നോക്കിയാല. 3rd and 4th ഫ്ലോറിലാണ് കേട്ടോ. അപ്പൊ കോഴിക്കോട് സെഞ്ചുറി കോംപ്ലക്സ് പോവാം. 3, 4 ഫ്ലോർ മൊത്തം കോമപാസ് ആണ് കേട്ടോ. അപ്പൊ മണിയൻ വാസു കോമപാസിലത്തെ ഫുൾ ഇത് ആക്ച്വലി ഡിസ്പാച്ച് ഏരിയ, റിസപ്ഷൻ ഏരിയ. ഒരു ഹായ് പറഞ്ഞാലോ. ഹായ് ഹായ് ഹായ്. ഇവരാണ് നമുക്ക് ഡിസ്കൗണ്ട് തരുന്ന വേണ്ടത്. ഇവിടെ ബില്ലിങ്ങിൽ ചെറുതായിട്ട് ഒരു ഡിസ്കൗണ്ട് ഒന്ന് ചോദിച്ചു നോക്കിക്കോളൂ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കാം. എന്തായാലും ഇതാ എല്ലാരും മേടിച്ച് തുടങ്ങി കച്ചവടം നടന്നു. നല്ല തകർപ്പനായിട്ട് ഇവിടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുൾ ബില്ലിംഗ് സെക്ഷൻ ഈ കാണുന്നത് മൊത്തം. ഇത് ഡിസ്പാച്ച് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് കാണാൻ ഒരാളെ കിട്ടണല്ലോ. നമ്മുടെ ആളെ കാണാനില്ലല്ലോ, ഞാനാ തപ്പണേ. ആ അതെ, നമ്മുടെ അരുണേട്ടൻ. അരുണേട്ടോ ഫ്രീ ആണോ? ഫ്രീ ആണോ? ആ, ഞാൻ മൈക്കൊന്ന് വെക്കട്ടെ. തിരക്ക് ആ തിരക്കൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നേ. നിങ്ങളുടെ തുടങ്ങിയ സെയിൽസും പിന്നെ സ്റ്റാർട്ടായി. ക്രിസ്മസ് വെഡിങ് എല്ലാം സ്റ്റാർട്ടിങ് അല്ലേ. നവംബർ മുതൽ സ്റ്റാർട്ട് ആവുന്ന സീസൺ ആണല്ലോ. അങ്ങോട്ട് ലോങ് ആണ്. ക്രിസ്മസ്, ന്യൂ ഇയർ, പിന്നെ ക്രിസ്മസ് കഴിഞ്ഞാൽ ന്യൂ ഇയർ, പിന്നെ റംസാൻ വരും, പിന്നെ വിഷു ആണ്, സീസൺ തന്നെയാണ്. ആ പൊങ്കല് എല്ലാം വെഡിങ് സീസൺ. അങ്ങനെ സീസണിന്റെ പേര് മഴയാ. അതെ, അതിന് അങ്ങനെ ഇവിടെ റെഡിയാണ്. ഇനി നിങ്ങൾ റെഡി ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഡിസ്പാച്ച് ഏരിയ ഇത് മാത്രമല്ല, ഉള്ളിലും ഈ സൈഡിലും ഉണ്ടല്ലോ. ഈ സൈഡിലും കയറാൻ പറ്റും. ഒക്കെ കയറാൻ പറ്റും. പാർസൽ കംപ്ലീറ്റ് റെഡിയാണ് പോവാൻ വേണ്ടിട്ട്. ഇവിടെയൊക്കെ പാർസൽ റെഡി ആയ അമേരിക്കയ്ക്കൊക്കെ പോണത്. നമുക്ക് അഡ്രസ് ഒന്നും കാണിക്കാൻ പാടില്ല. അമേരിക്കയ്ക്ക് അഡ്രസ് ഇപ്പൊ മൊത്തമായിട്ട് പോകുന്നുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് പോകുന്നുണ്ട്. വേൾഡ് വൈഡ് എന്ന് വെച്ചാൽ ഇവര് ഇവിടെ നിൽക്കുന്ന ആൾക്കാരല്ല, ഇന്ത്യയിൽ നിൽക്കുന്ന ആൾക്കാരെ ഇന്ത്യ വിട്ടിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ നിന്നും ഓർഡർ കിട്ടും. അതാണ് കോമപാസ, മണിയൻ വാസു കോമപാസ. ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിച്ചു കൊടുക്കാം. പുതിയ വെറൈറ്റീസ് എന്തൊക്കെയാ വന്നിരിക്കുന്നത്. അപ്പൊ ഇവരുടെ സെക്ഷൻ ടൂർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ ഫുൾ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നടന്നാലും തീരില്ല. പക്ഷെ എന്തായാലും കുറച്ച് കളക്ഷൻസ് അപ്ഡേറ്റ് എപ്പോഴും ആയിക്കൊണ്ടിരിക്കും. പിന്നെ വേറൊരു സംബന്ധം വെച്ചാൽ ഇവരുടെ ഇൻസ്റ്റാ പേജിൽ കയറി നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഡെയിലി ഈ ഒരു ഫേസിൽ തന്നെ ഈ ഫേസിൽ മാത്രമല്ല, ഒരുപാട് ഫേസിൽ വരുന്നുണ്ട്. ദിവസം അപ്ഡേറ്റ് ആവാറുണ്ട്. അതെ, പുതിയ കളക്ഷൻ നമുക്ക് നമ്മുടെ ചാനലിലേക്കുള്ളത് വേഗം ഇരിക്കപ്പോ നേരില്ലാണ്ടായില്ലേ. നല്ല കച്ചവടം തുടങ്ങി. കച്ചവടം എന്നും ഉണ്ടാവട്ടെ, നിലനിൽക്കട്ടെ, ഇനിയും മുന്നോട്ട് അങ്ങോട്ട് പോട്ടെ അല്ലെ. അപ്പൊ എവിടെയായിരുന്നു? ബിസി ഫോണിലാണ് അല്ലെ. 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? ഹായ്, സംസാരിക്കാനാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. പുതിയ കളക്ഷൻസ് ഒക്കെ എത്തിയത് നമ്മുടെ ക്രിസ്മസിന്റെ. ക്രിസ്മസ്, ന്യൂ ഇയർ, വെഡിങ് സീസൺ ഒക്കെ വരികയാണല്ലോ. എല്ലാ കളക്ഷനും എത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ സെലക്ഷൻ വന്നിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് നമ്മള് വെൽക്കം ചെയ്യാണ്. വെൽക്കം ചെയ്യാണ്. എവിടേക്കാണ് വരേണ്ടത് ശരിക്കും?
കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് സെഞ്ചുറി കോംപ്ലക്സിലെ കോമപ്പാസ് റെഡിമെയ്ഡ്സ് ആൻഡ് സാരീസ്. മണിയൻ ബാസു കോമപ്പാസ് റെഡിമെയ്ഡ്സ് ആൻഡ് സാരീസ്. കോമപ്പാസ് ഇനി അറിയാത്തവര് ആരും ഇല്ല, അതാണ് സത്യം. ശരി, ഞാൻ കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞോളൂ. എന്തായാലും വൈഫിന് കാണിച്ചു കൊടുക്കാലോ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. മതി, ഇനി ഇങ്ങോട്ട് നമുക്ക് കളക്ഷൻസ് കാണിക്കേണ്ടത്. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്താ വരുന്നത്? ഇത് നമ്മുടെ ന്യൂ ബോൺ സെക്ഷൻ ആണ്. ന്യൂ ബോണിന്റെ ഓൾ വെറൈറ്റീസ് ജസ്റ്റ് മോൺ മുതൽ ഏകദേശം ഒരു 1 ഇയർ വരെയുള്ള ഓൾ വെറൈറ്റീസ് ഈ സെക്ഷനിൽ വരുന്നുണ്ട്. ഈ ഫുൾ സെക്ഷനിലൊക്കെ വരുന്നതല്ല ന്യൂ ബോൺ. അത് ഏതൊക്കെ ബ്രാൻഡ്സ്? അങ്ങനെ ബ്രാൻഡ് നമ്മൾ ഓൺ ബ്രാൻഡും ഉണ്ട്. ഞാൻ കഴിഞ്ഞ തവണ മാമിന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ ഒരുപാട് അപ്ഡേറ്റ് ഡെയിലി വരാറുണ്ട്. ലിറ്റിൽ ടോണി, അതുപോലെ തന്നെ കൂപ്പർ ബോയ്, കൂപ്പർ മാൻ, അതുപോലെ ഒരുപാട് പാറ്റേൺസുകൾ ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരാറുണ്ട്. പാറ്റേൺസുകളും അതുപോലെ തന്നെ ഡിസൈൻസും ഒക്കെ വരാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇവരുടെ ഓൺ മാനുഫാക്ചറിംഗ് കൂടിയാണ്. 50+ ബ്രാൻഡ്സ് ഓൺ ഡീൽ ചെയ്യുന്നതാണ്. അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ ഇവർ മാനുഫാക്ചേഴ്സ് ആണ്, ഹോൾസെയിലേഴ്സ് ആണ്. അപ്പൊ അത്രയും റേറ്റ് കുറവിന് ക്വാളിറ്റിയിലെ ഐറ്റംസ് നമുക്ക് കിട്ടും. അതെ, തീർച്ചയായിട്ടും. അതെ. അപ്പൊ ഈ കുട്ടികളുടെ സെക്ഷനിൽ ഓരോന്നോരോന്ന് എടുത്ത് ചിക്കി പറക്കാന്ന് പറയാൻ എളുപ്പമല്ല. ക്വാളിറ്റി എന്തായാലും ഉണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് ഒന്ന് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, പോവാം. അപ്പൊ ഈ സെക്ഷനിൽ എന്താ വരുന്നത്? ഇതും ബോയ്സിന്റെ ഒക്കെ ആണല്ലോ കാണിക്കുന്നത് കൂടുതല്. ഇത് ബോയ്സിന്റെ ഐറ്റാണ്. ഇത് നമ്മൾ പാർട്ടി വെയർ ഐറ്റംസ്, എത്നിക് വെയർ ഐറ്റംസ്, ഒരു എക്കണോമി റേഞ്ച്. ഇതിന്റെ ഫാൻസി കൗണ്ടർ വേറെ ഉണ്ട്. ഇതൊരു എക്കണോമി റേഞ്ചിലുള്ള പാറ്റേൺസുകളാണ്. മീൻസ് വെഡിങ് ബർത്ത്ഡേ അങ്ങനത്തെ ടൈപ്പ് ഒരു എക്കണോമി റേഞ്ചിൽ കൊടുക്കാൻ പറ്റുള്ള ഒരു സെക്ഷനാണ്. ഈ സെക്ഷൻ മൊത്തമായിട്ട് ഒരു എക്കണോമി റേഞ്ച് ആണ്. അത് ബാബാ സൂട്ട് ആയാലും ഷേഡ് നിക്കർ ടൈപ്പ് ബാബാ സൂട്ട് ആയാലും ഇതുപോലത്തെ എത്നിക് വെയർ ഐറ്റംസ് ആയാലും ഒക്കെ ഒരു എക്കണോമി റേഞ്ചിലാണ് ഇതിനകത്തുള്ളത്. സൈസ് എത്ര തൊട്ട് എത്ര വരും? സൈസ് അതുപോലെ തന്നെ അണ്ടർ 0 മുതൽ ഏകദേശം ഒരു 24 സൈസ് വരെ 24 വരെയാണ് ഇതിന്റെ സെറ്റ് വൈസ് വരുന്നത്. അപ്പൊ അതിനും സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഒരുക്കിയിട്ടുണ്ട്. ഇതിലും ആ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ഇത് ബോയ്സിന്റെ മാത്രം. ഗേൾസിന്റെ വേറൊരു സെക്ഷൻ തന്നെ. ഓക്കെ, ഇത് ഫുൾ ബോയ്സിന്റെ സെക്ഷൻ. ഇത് ഡോക്ടേഴ്സ്. ഇത് നമ്മളെ ഓൺ ബ്രാൻഡായ ഡോക്ടർ ലവ് നഴ്സിംഗ് കോട്ടാണ്. 50+ ബ്രാൻഡ്. അതിന്റെ ഒരു ബ്രാൻഡാണിത്. ഡോക്ടർ ലവ് എന്ന് പറഞ്ഞ നമ്മളെ നഴ്സിംഗ് കോട്ടിന്റെ ഒരു സ്പെഷ്യൽ ബ്രാൻഡാണ്. സ്പെഷ്യൽ ബ്രാൻഡ് അതെന്ന് വെച്ചാൽ യൂണിഫോം സെക്ഷനും ഇവര് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവര് അതും മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആണ്. ഈ യൂണിഫോമിന്റെ എന്ന് പറയുമ്പോ ഈ ഒരു യൂണിഫോം തന്നെയല്ല, കുട്ടികളുടെ യൂണിഫോം തന്നെയല്ല, സാരീസിലായാലും കുർത്തീസ് അങ്ങനെ എല്ലാത്തിലും. അതുപോലെ ഇതിലിപ്പോ വൈറ്റ് മാത്രമല്ല, നഴ്സിംഗ് കോട്ട് ഇപ്പൊ ഒരുപാട് ഈ ജാക്കറ്റ് ഒക്കെ ആയിട്ട് ഒരുപാട് ഓർഡറുകൾ വരാണ്ട്. യൂണിഫോംസ് ആയിട്ട് ജാക്കറ്റുകളായിട്ട് കൊടുക്കേണ്ട പല കളേഴ്സ്, എല്ലാ കളേഴ്സും. അതെ, നഴ്സിംഗ് മാത്രമല്ല ഒരുപാട് ഓർഡേഴ്സ് വരാണ്ട്. ഇപ്പൊ ബ്യൂട്ടി പാർലർ അതുപോലത്തെ ഒരുപാട് ഇതിലൊക്കെ നമുക്ക് ഈ കോട്ടിന്റെ ഓർഡർ വരാറുണ്ട്. അതൊക്കെ നമുക്ക് ഏത് കളർ ആയാലും ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ മാനുഫാക്ചേഴ്സ് കസ്റ്റമൈസും ചെയ്യുന്നുണ്ട്? അതെ, ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമർക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇപ്പൊ കസ്റ്റമർ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. അതാണ് കോമപ്പാസ്. നമുക്ക് അടുത്ത സെക്ഷനിൽ പോയാലോ? ഇതും നന്നായിട്ടുണ്ട് കേട്ടോ. കുട്ടികളുടെ ഇപ്പൊ കണ്ടപ്പോ അവര് പിടിച്ചപ്പോ ഇത് ചെറിയ കുട്ടികളുടെ വെച്ചാൽ കെട്ടെടുപ്പ് തൊട്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കെട്ടെടുപ്പ് മുതൽ ജനിച്ച മുതൽ അങ്ങനെയാണ് പറയാം. അതായിരിക്കും. ഇത് നോക്കി ഇപ്പൊ വിന്റർ സീസൺ വരാൻ പോവല്ലേ, സിമ്പിൾ ആയിട്ടുള്ള നല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ആയിട്ടാണ്. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഈ ഒരു കാറ്റഗറി തന്നെ വരുന്നുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോ ഞാൻ നല്ല ഭംഗി തോന്നിയപ്പോ അങ്ങനെ എടുത്തതാണ്. നമുക്ക് അടുത്തേക്ക് പോവാം. കുട്ടികളുടെ കാര്യം പറയുമ്പോഴാണ് ആദ്യം പ്രസവം വരുമ്പോ നമ്മൾ കൊടുക്കേണ്ടത് ഗിഫ്റ്റ് ആണ്. ഈ ഗിഫ്റ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ, അല്ലെ? ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഗിഫ്റ്റ് ഐറ്റംസ്. അപ്പൊ ഇതൊരു സാമ്പിൾ ഇവിടെ ഇരിക്കണപ്പോ ഒരുപാട് ഇന്നത്തെ സാമ്പിളിംഗ് ആണ്. ഇത് ഡെയിലി അപ്ഡേറ്റ് ആവുന്നതാണ് ഐറ്റം. ഓ, അങ്ങനെയുണ്ടല്ലേ? അതെ, ഡെയിലി അപ്ഡേറ്റ് ആവാണ്. കാരണം ഇന്നത്തെ സാമ്പിൾസ് ആണ് ഇത്. പാറ്റേൺസ് ഡെയിലി അപ്ഡേറ്റ് ആയത്. ഈ അപ്ഡേറ്റ് ആവുന്ന സംഭവം നമ്മൾ ഇൻസ്റ്റാ പേജിൽ ഇടാറില്ലേ? തീർച്ചയായിട്ടും. മാക്സിമം നമ്മള് എല്ലാ ഐറ്റംസ് ഒന്നും കൂടുതൽ സാരീസും കുർത്തീസും ഒക്കെ ലേഡീസ് ഐറ്റംസ് ഒക്കെ മാക്സിമം ചെയ്യാറുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഇൻസ്റ്റാ പേജിലേക്ക് ഇങ്ങനെ ഐറ്റംസ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സമയം അതുപോലെ ഒരുപാട് ഐറ്റം വരുന്നുണ്ടല്ലോ. അതെ. അപ്പൊ കുട്ടികളുടെ A to Z എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവരുടെ ബൂട്ടി സാധ്യതൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ ക്രിസ്മസ് വരാൻ പോണ ക്രിസ്മസിന്റെ ന്യൂ എഡിഷനും തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ് അറിയണമെങ്കിൽ നേരിട്ട് വരാണോ ഒന്നുകൂടി ബെറ്റർ. ഈ വീഡിയോ ഇരുന്ന് കണ്ണിക്കാളും നല്ലത് നേരിട്ട് ഒരു തവണ വരാം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ അധികം ദൂരമില്ല. നമ്മുടെ ന്യൂ ബസ് സ്റ്റാൻഡ് മാർക്കറ്റിന്റെ തൊട്ടടുത്തുള്ള നമ്മുടെ സെഞ്ചുറി കോംപ്ലക്സിൽ തന്നെയാണ് അല്ലേ? ഓക്കെ, നമുക്ക് ഇനി ഈ ഒരു സെക്ഷൻ എന്താ വരുന്നത്? ഇത് കംപ്ലീറ്റ് ബോയ്സ് ആണ്. ടോട്ടൽ ബോയ്സിന്റെ വെറൈറ്റീസ്. എത്ര ഏജ് തൊട്ട്? ബോയ്സ് മീൻസ് 0 സൈസ് മുതൽ തന്നെ ഉണ്ട്. 0 സൈസ് മുതൽ അതുപോലെ ജെൻസ് വരെയുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു സെക്ഷനിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതില് നോർമൽ പാക്കിംഗ് തൊട്ട് നമുക്ക് ബോക്സ് പാക്കിംഗ് അങ്ങനെ എല്ലാ തരം വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ പൂക്കളായിട്ടുള്ള മോളെ പറഞ്ഞെടുത്ത പൂക്കള് ചെത്തമ്മയ്ക്കല്ലേ? ഇത് തൊട്ട് ഫോർമൽ അങ്ങനെ എല്ലാ കാഷ്വൽ ഫോർമൽ ബോയ്സ് സെക്ഷൻ ആണ്.
ഈ ഒരു സെക്ഷൻ ബോയ്സിന്റെ. അപ്പൊ ഈ എടുക്കുമ്പോ എത്ര എടുക്കണം? ഇപ്പൊ പുതിയതായിട്ട് സെറ്റ് വൈസ് ആണ് ഐറ്റം വരുന്നത്. അതെ, പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്ക് അവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഇവിടുന്ന് മേടിക്കണം എന്നുള്ളത്. അങ്ങനെ മേടിക്കണമെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്? സെറ്റ് വൈസ് ആണ് ഐറ്റം കിട്ടുക. ഏതാണോ സൈസ് വരുന്നത്, ഓരോ സൈസിന് ഓരോ സെറ്റ് വൈസ് ഉണ്ട്. 16, 18, 20, 30, 32, 40, 32, 36 അങ്ങനെയാണ് സെറ്റ് വൈസ് വരുന്നത്. ആ സെറ്റ് വൈസ് ആയിട്ട് മാത്രമേ സാധനങ്ങൾ ഹോൾസെയിൽ അവൈലബിലിറ്റി ഉണ്ടാവുള്ളൂ. അത് പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ്കാർക്കാണ്, അല്ലാത്തൊരു കച്ചവടക്കാർക്കൊന്നും ഇതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇവിടെയും നല്ല ഫാൻസി ഒക്കെ ഐറ്റംസ് നല്ല റേറ്റ് കുറവിനുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ചൊന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചൊന്ന് ഫാൻസി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ്. അങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ ഇതിന്റെ ഓൾ സൈസ് അവൈലബിലിറ്റി ആണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇതിന്റെ ഒക്കെ റേറ്റ് കേട്ടാൽ ഏറ്റവും ഭയങ്കര റീസണബിൾ റേറ്റ് ആണ്. ഇത് ഹോൾസെയിൽ പ്രൈസ് ആണ് കേട്ടോ. നമുക്ക് റേറ്റ് ഓപ്പൺ ആക്കി പറയാൻ പറ്റില്ല. കുറെ ഒരു കമന്റ് പറയാറുണ്ട്, റേറ്റ് പറയൂ. നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല. ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് പറയാനുള്ള അനുവാദം ഇല്ല, അല്ലെങ്കിൽ കച്ചവടക്കാർ പിടിച്ചടിക്കും. കുട്ടികളുടെ നല്ല കളക്ഷൻസും നല്ല സെലക്ഷൻസ് ഉണ്ട്. അതെ, സെലക്ഷനാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. സെലക്ഷനും റേറ്റ് കുറവും നല്ല രീതിയിൽ. ഡെയിലി അപ്ഡേറ്റ് ആവുന്ന കളക്ഷൻ. അതെ, അത് എവിടേക്കും പോകണ്ട. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അതും ഫുൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂ മാർക്കറ്റിൽ ഇറങ്ങണേക്കാളും മുന്നേ എനിക്ക് തോന്നണം ഇവിടെ ഇറങ്ങിയിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങണം. തീർച്ചയായിട്ടും അല്ലേ? അതിൽ തെറ്റില്ലല്ലോ. ഒരു തെറ്റില്ല. അപ്പൊ അതാണ്, മാർക്കറ്റിൽ ഇറങ്ങണേക്കാളും മുന്നേ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കും. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ റെഡ് ആൻഡ് വൈറ്റ് ബനിയൻ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇതുപോലത്തെ പ്രിന്റ് വല്ലവരുടെ കയ്യിലുണ്ടാ? ഇതൊന്നും ഒന്നുമല്ല. നല്ല വെറൈറ്റീസ് ഉണ്ട്, നല്ല വെറൈറ്റീസ്, അതും ക്വാളിറ്റി, ജസ്റ്റ് ടച്ച് ആൻഡ് ഫീൽ നല്ല അടിപൊളിയാണ്. ഇന്നത്തെ അപ്ഡേറ്റ് ആട്ടോ. പ്രിന്റുകളൊക്കെ ഒരുപാട് ഡെയിലി വരാറുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇത് പിന്നെ എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. ആ ഒരു സംഭവം ഇവിടെ കിട്ടും. ഇതിന് തന്നെ 2-3 ക്വാളിറ്റി ഉണ്ട്. എല്ലാ സൈസും ക്വാളിറ്റികൾ വരുന്നുണ്ട്. ഓൾ സൈസ് വരുന്നുണ്ട് കുട്ടികളുടെ. ഇതല്ലാത്ത നോർമൽ എന്ന് പറയാൻ പറ്റില്ല. ഇതാണല്ലോ ശരിക്കും നമ്മൾ ഈ ബഞ്ച് എന്ന് പറയുന്നത്, മറ്റേ ഇങ്ങനെ എടുക്കണം ഫുൾ ഇങ്ങനെ സെറ്റ് ആയിട്ട് എടുക്കണം എന്ന് പറയുന്നത്. ഇത് സെറ്റ് ചെയ്തൊരു സെറ്റാണ്. ഒരു ഐറ്റം സെറ്റ് ചെയ്ത് നമ്മളെ ബ്രാൻഡും കൂടിയാണ്, ഓൺ ബ്രാൻഡാണ്. കൂപ്പർ കിഡിന്റെ ടീഷർട്ട് ആണിത്. 5 സ്ലീവ് വരുന്നത്. 5 സ്ലീവ് അല്ലാതെ ഹാഫ് സ്ലീവ് ആണ്. ഇതിൽ 5 സ്ലീവ് വരുന്നത്. 5 സ്ലീവ് വരുന്നത് ഓൺ ബ്രാൻഡ്. അതിൽ 1, 2, 3, 4, 5 പീസ് ആണ്. 1 to 5 എന്ന സൈസ് ആണ്. ഇതിന്റെ ടോട്ടൽ സൈസ് വരുന്നത് 1 to 5ഉം 6 to 14 ആണ്. അങ്ങനെ അപ്പൊ ജസ്റ്റ് ഇവരുടെ ഒരു ബ്രാൻഡും കൂടിയാണ് ഓൺ മാനുഫാക്ചേഴ്സ്. അടുത്ത സെക്ഷനിൽ പോവാം. ക്യൂട്ട് ആയിട്ടുള്ള ഫ്രോക്സ്. ഇതൊക്കെ കാണുമ്പോൾ നല്ല ഒരു റേറ്റ് കൂടിയ ഐറ്റം തോന്നുന്നുണ്ട് അല്ലെ? പ്രീമിയം ആണ്, റേറ്റ് കുറവാണ്. അതാണ് ഇവിടുത്തെ റേറ്റ് കുറവാണ്, ക്വാളിറ്റി ബെസ്റ്റ് ആണ്. ഇന്നത്തെ സാധനമാണ്, ഇന്ന് വന്ന സാധനങ്ങളാണ് ഈ ഐറ്റം അല്ലെ. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായി. ഇതൊക്കെ എന്ന് പറയുമ്പോ നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ട് കൂടാ ആ ഒരു ടൈപ്പുള്ള ഒരു കളക്ഷൻസ് ആണ്. ലൈഫ് സ്റ്റാൻഡേർഡ് കളക്ഷൻസ്. എന്നാ ഇവിടെ ഇരിക്കുന്നതാണെങ്കിൽ കുറച്ച് മോഡേൺ ഐറ്റംസ്. അത് വെസ്റ്റേൺ ഐറ്റംസ് ആണ് കൂടുതൽ. കുറച്ച് സാമ്പിൾസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വെസ്റ്റേൺ ഐറ്റംസ്. ഇത് 16 മുതൽ 32 വരെ സൈസിൽ വരുന്ന ഐറ്റംസ് ആണ്. സിംഗിൾ ബോക്സിൽ വരുന്ന പാറ്റേൺസ് ആണ്. ഈ ഒരു കൗണ്ടർ മെയിൻ ആയിട്ട് സിംഗിൾ ബോക്സ് ആണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തില്ല. കാരണം ഇതിന് 2 കാറ്റഗറി വരുന്നുണ്ട്. ഇതൊരു സിംഗിൾ ബോക്സ് വരുന്ന ഐറ്റം കുറച്ചൊന്ന് റേറ്റ് ഉള്ള, കുറച്ച് ഒരു ഫാൻസി ആയിട്ട് ക്വാളിറ്റി ഉള്ള ഐറ്റം. അതുപോലെ തന്നെ വേറെ സെക്ഷൻ നമുക്ക് ഇതിന്റെ ഒരു ചീപ്പ് റേഞ്ചിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ റേഞ്ച് വൈസും നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സൗകര്യം ഉണ്ട് നമുക്ക് വന്ന് നോക്കാനും. ഇതൊക്കെ മെറ്റീരിയൽ പക്ക ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ്. കൊറിയൻ ക്ലോത്ത് ഒക്കെ വരുന്നില്ല, അതിനൊക്കെ ചെയ്തുള്ള വെസ്റ്റേൺ ഐറ്റംസ് ആണ്. നല്ല റെസ്പോൺസ് ആണ്. ഇങ്ങനെ ക്ലോത്തിന്റെ വെറൈറ്റി കിട്ടുമ്പോൾ കസ്റ്റമർക്ക് ഇൻട്രസ്റ്റഡ് ആണ് അങ്ങനത്തെ വെറൈറ്റി എടുക്കാൻ വേണ്ടി. പിന്നെ ഇപ്പൊ ഈ കാണിക്കുന്നൊക്കെ നമുക്ക് ഇപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനത്തെ സംഭവം ഉണ്ടോ? വീഡിയോ കോൾ? തീർച്ചയായിട്ടും വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. വീഡിയോ കോൾ ഫെസിലിറ്റീസ് അതുപോലെ തന്നെ നമുക്ക് വാട്സ്ആപ്പ് വീഡിയോ കോൾ, പിന്നെ അതുപോലെ തന്നെ വീഡിയോ കോളിൽ ഒരുപാട് ആപ്പുകളൊക്കെ വരുന്നില്ലേ. അത് ഏതായാലും കസ്റ്റമർ കൂടെ ആവശ്യപ്പെട്ടാൽ നമ്മളങ്ങോട്ട് തിരിച്ച് വിളിക്കാൻ തയ്യാറാണ്. ഓക്കെ, അത് വിളിക്കാം, ഓർഡർ കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ദൂരൊക്കെ ആണെങ്കിൽ ട്രസ്റ്റ് ആണ്. നമ്മളിപ്പോ ഔട്ട് ഓഫ് ഇന്ത്യ എല്ലാം, ഒരു മലേഷ്യ, ശ്രീലങ്ക, അത് ഞാൻ കണ്ടു അവിടെ പാക്ക് കണ്ടു യൊക്കെ പോണത്. അപ്പൊ ഇവിടുന്ന് ഓർഡർ ചെയ്യാനും സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ എത്ര ദൂരമായാലും നോ പ്രോബ്ലം. നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. അത് ടൈം സ്ലോട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ കളക്ഷൻസ് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് അതിന് സർവീസ് ചെയ്താലുള്ള നമ്മളെ സ്റ്റാഫുകളുണ്ട്, ട്രെയിൻഡ് ആയിട്ടുള്ള. ഏത് ഭാഷയും, തമിഴായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും മലയാളം ആയാലും ഏത് ലാംഗ്വേജ് കൈകാര്യം ചെയ്തിട്ട് ആ ഒരു കസ്റ്റമറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ടീം ഞങ്ങളിത് റെഡിയാണ്. ഇനി എന്ത് വേണം അല്ലെ? അടുത്തേക്ക് പോയാ? തീർച്ചയായിട്ടും. നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികൾ ഇല്ലെങ്കിലും കുട്ടികൾ ഉടുപ്പിട്ട് കാണാനായിട്ട് ഭയങ്കര ഒരു രസം തന്നെയല്ലേ? അത് എല്ലാവർക്കും ഭംഗി ജാസ്തി തന്നെയാണ്. അതെ, അതും പ്രത്യേകിച്ച് ആൺകുട്ടി പെൺകുട്ടികളുടെ ഉടുപ്പുണ്ടതിന് ഒരു പ്രത്യേകത. അതിലും എല്ലാം തരം എന്താ പറയുക, ഡിഫറെന്റ് വെറൈറ്റീസ്. എനിക്ക് തോന്നുന്നു കൂടുതൽ കളക്ഷൻസ് പെൺകുട്ടികൾക്ക് ആണെന്ന് അങ്ങനെ ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഇവിടെ കളക്ഷൻസ് ഉണ്ടെന്ന്. നല്ല വെറൈറ്റീസ്. അതെ,
നമ്മളെ ഡമ്മിയിലൊക്കെ കണ്ട സംഭവം ഇതൊക്കെ തുണി എന്ന് പറയണല്ലോ ഒരു ഒന്നൊന്നര സ്റ്റാൻഡേർഡ് ഫീലിംഗ്. ഇതൊക്കെ ബോക്സ് പാക്കിംഗ് ആണോ? ബോക്സ് പാക്കിംഗ്. ഇതൊക്കെ നമ്മളെ ഓൺ ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട്. ഇതൊന്ന് ലൈറ എന്ന് പറഞ്ഞാൽ നമ്മളെ ഓൺ ബ്രാൻഡ് ഐറ്റംസ് ആണ്. ഓ, ഇത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഈ പാക്കിങ്ങിന് നല്ല കാണുന്നത് അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. 16 മുതൽ 24 വരെ, 16 മുതൽ 22 വരെ സൈസ് വരുന്നുണ്ട് ലൈറയ്ക്ക്. വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. മോഡൽ ഒരു ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഇന്നത്തെ അപ്ഡേഷൻ ആണെന്ന് പറഞ്ഞില്ലേ, ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാ സെക്ഷനും നമ്മൾ അതുപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് കണ്ടതല്ല നമുക്ക് നാളെ കാണാൻ പറ്റും. അതും എല്ലാം തരം വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ കോട്ടൺ വേണോ ഞങ്ങൾക്ക്, അക്കോബ, ചിക്കൻ കറി, അങ്ങനെ എല്ലാ തരം മെറ്റീരിയൽസിൽ അവൈലബിൾ ആണ് കുട്ടികൾക്ക്. പ്രത്യേകിച്ച് ഫ്രോക്ക് കണ്ടപ്പോ തന്നെ ഞാൻ ഫ്ലാറ്റ് ആയി. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അടുത്ത സെക്ഷൻ പോവാ അല്ലെ? അടുത്ത ഈ സെക്ഷൻ എന്താ വരുന്നത്? കുട്ടികളുടെ ടോപ്സിന്റെ സെക്ഷൻ അല്ലെ? അവിടെ മീൻസ് ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റിയ ജീൻസ്, ടുനിക്, നോർമൽ വൺ പീസ് ആയിട്ട് ഇടാൻ പറ്റിയ എല്ലാ ഐറ്റംസും. പെൺകുട്ടികളുടെ ഒരു സെക്ഷൻ. പെൺകുട്ടികളാണല്ലോ മൊത്തം. ഈ ഒരു ഏരിയ മൊത്തം പെൺകുട്ടികളാണ്. ഇത് ക്രിസ്മസിന്റെ അവർക്കും കളക്ഷൻസ്. അതെ, ക്രിസ്മസിന്റെ ഗേൾസിന്റെ കളക്ഷൻസ് ആണ്. ഇത് നമ്മളെ ഓൺ ബ്രാൻഡിലുള്ള ഐറ്റംസ് ആണോ. ഡിസൈൻസ് ഇപ്പൊ ഇങ്ങനെ വന്നോണ്ട് നിൽക്കാട്ടോ. പുതിയത് എപ്പോഴും അപ്ഡേറ്റ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടൈമിൽ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇല്ല ചേച്ചി വരുന്നില്ലേ സാധനം കൊണ്ട്? നർത്തകി വന്നോണ്ടിരിക്കില്ലേ? നിങ്ങളുടെ നർത്തകി നമ്മളെ ഓൺ ബ്രാൻഡ് ആണ്. നർത്തകി. അപ്പൊ എത്ര ബ്രാൻഡ് ഇപ്പൊ നമ്മൾ പരിചയപ്പെടും? അപ്പൊ ഞാൻ എണ്ണിട്ടില്ല. സത്യം 50+ ബ്രാൻഡ്സ്, ഓൺ ബ്രാൻഡ്സിൽ ഇവര് ഡീൽ ചെയ്യുന്ന, അതും പല സ്ഥലത്ത് യൂണിറ്റ് ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെ അപ്പൊ ക്രിസ്മസിന്റെ കളക്ഷൻസ് വന്നതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് ഓരോ പീസ് 2 പീസാ കാണിക്കണം കേട്ടോ. ഈ പീസ് കാണിച്ചിട്ട് കാര്യമില്ല, കാരണം ഇവരെ ന്യൂ എഡിഷൻ ഇവര് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. അത് നേരിട്ട് വരണം അല്ലേ? അങ്ങനെയൊന്നുമല്ല, നമ്മള് ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്താൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ വാട്സ്ആപ്പ് കോള്, വീഡിയോ കോള് പോലെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. ഏത് ടൈമിലും നമുക്ക് ദിവസം അപ്ഡേറ്റ് ആവുന്ന പാറ്റേൺസുകൾ നിങ്ങൾ മുന്നിൽ എത്തിച്ചേരാൻ ഞങ്ങൾ റെഡിയാണ്. സമയം എത്ര മണി തൊട്ട് എത്ര മണിയാണ്? ശരിക്കും നമ്മൾ 9 മണി മുതൽ 7:30 വരെയാണ് നമ്മുടെ സെയിൽ ടൈം വരുന്നത്. ഓക്കെ. ഇനിയിപ്പോ സീസൺ ആകുമ്പോ പിന്നെ ആ ടൈമൊന്നും പിന്നെ നമ്മളെ ശരിക്കും നമ്മളെ ഓരോ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ അതുപോലെ കാണിക്കുന്ന നമ്പേഴ്സിലൊക്കെ 24 hours നമ്മൾ അവൈലബിലിറ്റി ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കസ്റ്റമർ 24 മണിക്കൂറും വിളിച്ചാൽ നമ്മളെ കിട്ടും. ഗ്രേറ്റ്. അതിന് എനിക്ക് ഇഷ്ടമായി. കസ്റ്റമർ സർവീസ് ആണ് ബിസിനസ്സിലെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന കാര്യം. അതെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കോഴിക്കോട് നമ്പർ 1 ഷോപ്പ് ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിയൻ വാസു. ഞാൻ എപ്പോഴും മറക്കും. മണിയൻ വാസു ഗോപാസ് റെഡിമെയ്ഡ്സ് ആൻഡ് സാരീസ്. അതും കൂടെ ഉണ്ട് കേട്ടോ. ഇതും കുട്ടികളുടെ തന്നെയല്ലേ? ഇവിടെ മൊത്തം കോട്ടൺ ഫ്രോക്സ് ആണ്. കോട്ടൺ ഫ്രോക്സിന്റെ ഒരു വെറൈറ്റി, ഒരു എന്താ പറയാ, ഒരു കലവറ എന്ന് വേണേ പറയാം. കോട്ടൺ ഫ്രോക്സിനും മാത്രം ഒരു സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഒരുക്കുക ചെയ്യുക. അതും ഇവിടെയും സെയിം ആ ഒരു ഏജ് വൈസ് എങ്ങനെയാണ്? അതെ, അത് നമ്മളെ സ്റ്റാർട്ടിംഗ് മുതൽ 16 മുതൽ 38, 40 സൈസ് വരെ എല്ലാ മെറ്റീരിയൽ കോട്ടണില് എല്ലാ അക്കോബ വരുന്നുണ്ട്, നോർമൽ കോട്ടൺ വരുന്നുണ്ട്, അതുപോലെ കോട്ടന്റെ ഡിജിറ്റൽ പ്രിന്റ്, അതുപോലെ വേർട്ടിക്കൻ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി അതിലൊക്കെ ഫ്രോക്ക് വരുന്നുണ്ട്. അതിലൊക്കെ എല്ലാ വെറൈറ്റീസും ഈ സെക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈസ് 16 മുതൽ 40 സൈസ് വരെ. 40 സൈസ് വരെ. എന്നാ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ഐറ്റം ഇരിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഫാൻസിയാണ്. നമ്മൾ അവിടെ ബർത്ത്ഡേ ഫ്രോക്ക് കണ്ടില്ലേ, അതിന്റെ ഒരു എക്കണോമി ആയിട്ടുള്ള ഐറ്റം. ഇവിടെ വന്നപ്പോ ക്രിസ്മസ് വന്നു ഫീൽ തോന്നിയത്. എന്താ രസം നോക്കാം, ആ കുട്ടികളുടെ ഫ്രോക്കുകളൊക്കെ എടുക്കണാണ്. ക്രിസ്മസിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിൽ ശരിക്കും ആർക്കും കൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വെറൈറ്റീസ്, അത്രയ്ക്ക് സ്പെഷ്യൽ റേറ്റിലാണ് ഈ പ്രാവശ്യം മണിയൻ വാസു ഗോപാസ് റെഡി ആക്കിയിട്ടുള്ളത്. റേറ്റ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണോ? വിളിച്ചോ വരിക, അല്ലെങ്കിൽ കോൾ ചെയ്യാം. അത്രേ ഉള്ളൂ. അതാണ്. ഇവിടെയും സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ലാച്ച അങ്ങനത്തെ സംഭവം എല്ലാ അവൈലബിൾ ആണ്. ഇന്നത്തെ സ്റ്റോക്ക് കേട്ടോ, ഞാൻ എടുത്തെടുത്ത് പറയാണ്. ഇന്നത്തെ സ്റ്റോക്ക്, ഈ സമയത്തെ സ്റ്റോക്ക് ടൈം ടു ടൈം ഓരോ മണിക്കൂർ കൂടുമ്പോഴാണ് ഇവിടെ സ്റ്റോക്ക് കാലിയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഓരോ സെക്ഷനിലും വരുന്നുണ്ട്. അതേപോലെ അതിന് കാലിയാവുണ്ട്, അതിനനുസരിച്ചിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇത് നോർമൽ നമുക്ക് ഫാൻസി അങ്ങനത്തെ എല്ലാ ഐറ്റംസ് കേട്ടോ. സറാറ ഗറാറ നോർമൽ ഫ്രോക്ക് നമ്മൾ ക്വാണ്ടിറ്റി ചെയ്യുന്ന ഐറ്റംസുകളാണ്. ബ്ലാക്കിലൊക്കെ ഡ്രസ് കോഡ് ആയിട്ടൊക്കെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാൻ മറന്നുപോയി. നമ്മൾ ഡ്രസ് കോഡിൽ എല്ലാ ഐറ്റംസും ഇപ്പൊ റെഡി ആയി കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ ചെറിയ സൈസ് മുതൽ കുട്ടികളുടെ സൈസ് മുതൽ ഓൾ സൈസ് വരെ. സാരീസിൽ നമ്മൾ ഓൾറെഡി സ്പെഷ്യലൈസ് ചെയ്ത് യൂണിഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഐറ്റംസിലും എല്ലാ ഐറ്റംസിലും ഡ്രസ് കോഡ് റെഡി ആയി കൊടുക്കുന്നതാണ്. അപ്പൊ സ്കൂളിലേക്കാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഈ കലോത്സവം, ഡാൻസ്, പരിപാടികൾ, ആനുവൽ ഡേ, അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ, കളർ ഫ്രോക്കുകൾ, കളർ ഡേ ഫ്രോക്കുകൾ ഒക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പൊ കുട്ടികൾക്കുള്ള എല്ലാ കളക്ഷൻസും ഇവിടെ റെഡിയാണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ സാരിയുടെ ഒരു ലോകം തന്നെയാണ്. പിന്നെ ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോ യൂണിഫോം ആണ്. മെയിൻ ആയിട്ട് ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ യൂണിഫോം നല്ല ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഓർഡറുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഒരു അറ്റ് എ ടൈം ഒരു 1000 പീസ് വരെ ഒരു ഡിസൈൻസിൽ കൊടുക്കാനുള്ള
സ്റ്റോക്ക് നമ്മളടുത്ത് റെഡി ആക്കി വെച്ചിട്ടാണ് നമ്മൾ യൂണിഫോമിന്റെ സെക്ഷനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെ, അതും യൂണിഫോം സെക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഒറ്റ മെറ്റീരിയൽ ആണ്, അങ്ങനെയല്ല. സെറ്റ് സാരി, സെറ്റും ഉണ്ട്. പിന്നെ സാരീസിൽ വരുന്ന ഓൾ വെറൈറ്റി ഓഫ് ക്ലോത്ത്, അതിലൊക്കെ നമ്മള് ഇപ്പൊ ബനാറസി ജോർജറ്റിലൊക്കെ ശരിക്കും പറഞ്ഞാൽ സെറ്റ് വൈസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യാറ്. പക്ഷെ ഞങ്ങൾ അതിലും നമ്മൾ ഡ്രസ് കോഡ് കൊടുക്കാറുണ്ട്. അതുപോലെ ഇനി മുന്നോട്ടേക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പം തിരുവാതിര, അതുപോലെ തന്നെ ഈ ഒരു അമ്പലങ്ങൾ, ഉത്സവം, അതുപോലത്തെ ഒരുപാട് പ്രോഗ്രാംസുകൾ, ആനുവൽ ഡേ എല്ലാം വരുന്നതാണ്. അതിലൊക്കെ ഈ സെറ്റ് സാരി, സെറ്റ് മുണ്ടിലൊക്കെ നല്ല ഹ്യൂജ് കളക്ഷൻസ്, ഓർഡേഴ്സ്, അതുപോലെ ഡ്രസ് കോഡ് ഒക്കെ ആയിട്ട് ആളുകൾ ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഓർഡർ നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ അതിനെ റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് വെച്ചാൽ ഈ കച്ചവടക്കാർക്ക് മാത്രമാണോ, അല്ലെങ്കിൽ ഈ അമ്പല ഉത്സവമൊക്കെ വരുമ്പോൾ അവര് വന്ന് അത് ഈ ഇടയ്ക്ക് അമ്പല ഉത്സവം ഒരു ടൈമിന്റെ നമ്മള് ഈ തുണി കച്ചവടക്കാരെന്ന് കഴിഞ്ഞാൽ ഒരു ടൈം സീസൺ എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സീസൺ ഫോക്കസ് ചെയ്താ പറയാ. ഫീസ് പോലും അങ്ങനെ കൊടുക്കില്ല, കച്ചവടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അല്ല, അത് ഞാൻ എടുത്തു ചോദിച്ചത്. നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ട് അമ്പലം ഉത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അത് വേണം ചോദിച്ചാൽ മതി, അത് ക്ലിയർ ചെയ്ത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇരിക്കും. അതെ, അത് വെച്ചാല് കച്ചവടക്കാര് പ്യുവർ ഹോൾസെയിലേഴ്സ് ആണ് ഇവര്. കച്ചവടക്കാർക്ക് മാത്രമുള്ളത് സെല്ലിംഗ് പർപ്പസിന് മാത്രം അവരവിടുന്ന് പല സീസണിലേക്ക് ഇങ്ങനെ സെയിലായി പോകുന്നുണ്ട്. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള സാരീസിന്റെ ഒരു സെക്ഷൻ ആണ്. സാരീസിൽ ഈ പറഞ്ഞ പോലെ യൂണിഫോം അല്ലാത്തത് ഫാൻസി സാരീസ് ആയാലും കോട്ടണിൽ തന്നെ നല്ല വെറൈറ്റീസ് ഉണ്ട്. കോട്ടണിൽ തന്നെ A to Z എല്ലാം, അത് ലിനൻ ആയാലും അങ്ങനെ എല്ലാം. ഇനി ഗിഫ്റ്റിംഗ് കൊടുക്കാൻ ഫാബ്രിക് നമുക്ക് അവൈലബിലിറ്റി ആണ്. ഇനി അതിന് പറ്റിയിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. അതും ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട്. അതിന് യൂണിഫോം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ബ്ലൗസിലൊക്കെ യൂണിഫോം ചെയ്യുന്നത് വളരെ കുറവാണ്. നമ്മൾ ഒരുപാട് വെറൈറ്റീസിൽ യൂണിഫോം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലൗസ്. അതും റെഡിമെയ്ഡ് ബ്ലൗസിൽ കേട്ടോ, ഏതൊക്കെ മോഡൽസ്, ഏതൊക്കെ വെറൈറ്റീസ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് മറ്റാർക്കും നൽകാനാവാത്ത വില എന്ന്. ആ ഒരു വിലയിൽ തന്നെയാണ് നമ്മൾ ഓൾ പ്രോച്ച് കോഴിക്കോട് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നത്. അതെ, അതും ഈ കാണുന്നത് ജസ്റ്റ് നമ്മുടെ കൺമുന്നിലുള്ള കാണുന്ന ഐറ്റംസ് മാത്രമല്ല, അല്ലാണ്ട് സ്റ്റോക്ക് ഒക്കെ ഇങ്ങനെ ഗോഡൌണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ പോയാലേ, ഇനി നമ്മുടെ കുർത്തിയുടെ ഒരു സെക്ഷൻ. ക്രിസ്മസിന്റെ നല്ല എക്സ്ക്ലൂസീവ് കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. അപ്പൊ ക്രിസ്മസ് റെഡ് ആൻഡ് വൈറ്റില് നല്ല നല്ല ഹാൻഡ് വർക്കോട് ഇന്നത്തെ ക്രിസ്മസ് കളക്ഷൻ, ഇന്നത്തെ ക്രിസ്മസ് കളക്ഷൻ, നാളേക്ക് വേറെ ക്രിസ്മസ് കളക്ഷൻസ്. ക്രിസ്മസ് തീരുന്നവരെ ഓരോ ദിവസം പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഡെയിലി വെയറിലായാലും നല്ല പാർട്ടി വെയറിലായാലുള്ള കളക്ഷൻസ് അതൊക്കെ നമ്മളെ ബ്രാൻഡ് തന്നെയാണ്, നമ്മുടെ ഓൺ ബ്രാൻഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലേതാ ബ്രാൻഡ് വരുന്നത്? നമ്മളെ ലേഡീസിൽ വരുന്നത് വിമൻസി എന്ന ബ്രാൻഡാണ്. ഓ, അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണത്. വിമൻസി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് കളക്ഷൻസ് നമ്മളിപ്പോ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ഒക്കെ ഈ ഒരു ബ്രാൻഡിലാണ്. ഓ, അങ്ങനെ. അപ്പൊ ക്രിസ്മസിന്റെ മാത്രമല്ല, നോർമൽ നമുക്ക് ഡെയിലി വെയർ തൊട്ട് പാർട്ടി വെയർ കളക്ഷൻസ് അങ്ങനെ A to Z. ഇപ്പൊ ഇതും ക്രിസ്മസിന്റെ ക്രിസ്മസിന്റെ കളക്ഷനാണ് ഇന്നത്തെ വന്നൊരു കളക്ഷൻ. ഇന്നത്തെ കളക്ഷൻ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നോ രണ്ടോ പീസിലല്ല, പിന്നെ വെസ്റ്റേൺ വേറെ കളക്ഷൻസിലും നമുക്ക് ഈ ഒരു ഫ്ലോറിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം കസ്റ്റമർ ഉണ്ട് അല്ലേ? ഇതൊക്കെ എന്തായിട്ടാണ്? ഇത് നോർമൽ അതിന്റെ ഐറ്റംസ് തന്നെയാണ്. വുമൻസിൽ ഓരോരോ പാറ്റേൺസുകളാണ്. ഓരോരോ പാറ്റേൺസ്. ഇതെല്ലാതും എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല, പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ആ സൈഡ് മൊത്തം അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ റെഡിമെയ്ഡ് വരുന്നുണ്ട്. അതിൽ എല്ലാ ഐറ്റംസും 3 പീസ്, ഐലൈൻ കട്ടിങ്, എല്ലാ ഐറ്റംസും ടോട്ടൽ ഐറ്റംസ് വരുന്നുണ്ട്. ടോട്ടൽ ഐറ്റംസ്. അപ്പൊ നല്ല എന്താ പറയാ, ആ ഡമ്മിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി കളക്ഷൻസ്. അതും പ്യുവർ പാർട്ടി വെയർ. സെക്ഷനിൽ എന്താ കംപ്ലീറ്റ് കുർത്തീസ് ആണ്. ടോട്ടൽ കുർത്തീസ്, അതുപോലെ തന്നെ ഐലൈൻ കട്ടിങ് ടോപ്സുകൾ, ഓൾ വെറൈറ്റി ഓഫ് ലേഡീസ് ഐറ്റംസ്. അതന്നെ പറയാം. ഓരോന്നോരോന്ന് എന്തോരം പറയാം. ശരിക്കും ഷോർട്ട് കുർത്തീസ് ഒക്കെ നല്ല അടിപൊളി ഡിമാൻഡ് ഐറ്റംസ് ആണ്. ഈ ഒരു ലെങ്ത് വരുന്ന കുർത്തീസിനൊക്കെ നല്ല ഡിമാൻഡ് ആണ് ഇപ്പൊ വരുന്നത്. കോട്ടണും റയോണും എല്ലാ ഫാബ്രിക്കിലും വരുന്നത്. എല്ലാം ഫൈബ്രിക്കിൽ. ഇനി റേറ്റ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, വിളിച്ച് ചോദിച്ചോട്ടോ. തീർച്ചയായും. അപ്പൊ ഇതിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഈ കാണുന്നത് മൊത്തം അതിന്റെ പല ഐറ്റംസ് ഉണ്ട്. ഇതിപ്പോ ഒരുപാട് സാധനങ്ങൾ ഇറങ്ങി പോയിട്ടുണ്ട്, അതുപോലെ തന്നെ കയറി വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കിടക്കാം. അല്ല, ഒരു കടയായാലും കേരളാറിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. അതാണല്ലോ കച്ചവടം എന്ന് പറയണത്. ഇവിടെയും ഈ ഒരു സെക്ഷൻ മൊത്തം ലേഡീസിന്റെ ഓൾ ഐറ്റംസ് എന്താ. പിന്നെ കച്ചവടക്കാർ വന്നിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ ഇരുന്ന് നമുക്ക് നോക്കി ഫീൽ ചെയ്തിട്ട് സൗകര്യം പോലെ എങ്ങനെ എടുക്കുമ്പോഴല്ലേ കസ്റ്റമർക്ക് സെറ്റ് ആവുള്ളൂ. അപ്പൊ സമാധാനത്തിൽ വന്നിരുന്ന് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് പറയാൻ ഞാൻ മറന്നുപോയി. ഞാൻ 8 ഡ്രസ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. ഞാനും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് എച്ചോ ക്ലോത്ത് കേട്ടോ. ഞാൻ മാർക്കറ്റിൽ ഇതുവരെ കേട്ടിട്ടില്ല. നല്ല ട്രെൻഡിങ്. ഇതിന് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്, വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് പുതിയ ഡാർക്കില്, ഡസ്റ്റില്, അതുപോലെ തന്നെ പേസ്റ്റൽ കളേഴ്സിലൊക്കെ ഇതിനകത്ത് വെറൈറ്റീസ് വരുന്നുണ്ട്. വെറൈറ്റീസ് തന്നെയല്ല, പിന്നെ ഉടുക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ, നല്ല സുഖം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ല, നമുക്കൊരു ഫെസ്റ്റിവൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നല്ല കളർ ചാർട്ടും ഉണ്ട്. ഇതിന് നല്ല ഷെയ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഐറ്റംസ് ഡ്രസ് കോഡ് ആയിട്ട് ചെയ്തു. ചുരിദാറിൽ ഒരുവിധം എല്ലാ ക്ലോത്തിലും നമ്മൾ ഡ്രസ് കോഡ് ചെയ്ത് കൊടുക്കാറുണ്ട്.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മണിയൻ വാസുര ഒരു ലേഡീസ് മെയിൻ ഹൈലൈറ്റ് സെക്ഷൻ, നമ്മുടെ രാജ്യം അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പൊ ക്രിസ്മസിന്റെ കളക്ഷൻസ് വന്ന് തുടങ്ങി, കച്ചവടം സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഇവിടുന്ന് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേഗം വന്നാൽ ഒന്നുകൂടി വേഗം വന്നാന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ വരുന്ന സമയത്ത് എന്താണെന്നുള്ളത് അത് ഈ ഡെയിലി അപ്ഡേറ്റുകൾ ആണെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്താൽ ഡെയിലി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ പുറത്തും നമുക്ക് കളിയുണ്ട്. അതെ, നമ്മളെ ഓൺ ബ്രാൻഡുകളായ വിമൻസിന്റെ ഐറ്റംസിനൊക്കെ വേൾഡ് വൈഡ് നല്ല റെസ്പോൺസ് ആണ് മോസ്റ്റ് എത്ര 50+ ബ്രാൻഡ്സ് ഉണ്ട്. 50+ ബ്രാൻഡ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ലേഡീസിന്റെയും ലേഡീസ്, ജെന്റ്സ്, കിഡ്സ്, ഗേൾസ് എല്ലാം ആയിട്ട് ടോട്ടൽ ഐറ്റംസ് അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സെക്ഷൻ വരാം. ഇനി നമുക്ക് താഴത്തേക്ക് ഒന്ന് പോയാൽ ഈ ഒരു സെക്ഷനിലാണെങ്കിൽ പാന്റ്സിന്റെ വെറൈറ്റീസ്, ബോട്ടം വെയർ എന്ന് പറയാം, ബോട്ടം വെയറിന്റെ ഓൾ വെറൈറ്റീസ്. അത് ഫോർമലും ജീൻസ് എല്ലാം ഓൾ ഐറ്റംസ് അപ്ഡേറ്റ് ആയി വരുന്ന എല്ലാ പാറ്റേൺസിലും ബാഗി പോലത്തെ ഒരുപാട് അപ്ഡേറ്റ്, പുതിയ വാഷിംഗിലൊക്കെ ഒരുപാട് അപ്ഡേറ്റ് ഐറ്റംസ് വരാറുണ്ട്. അത് എല്ലാ വെറൈറ്റീസും, അതും 16 മുതൽ ജെന്റ്സിന്റെ ഓൾ സൈസ് 40 വരെ സൈസ്. ഇതൊക്കെ അതിലൊക്കെ പാറ്റേൺസ് ആണ്. ഇതിപ്പോ ചെറിയ സൈസിൽ വരുന്നതാണ്. ഇതിനത് സെയിം ഇങ്ങനെ കളർ ഷെയ്ഡ് ആണ് ഇപ്പൊ. ഇതിപ്പോ അതിന്റെ ഈ ഒരു ഐറ്റത്തിന്റെ കളർ ഷെയ്ഡുകളാണിത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ കളർ ഷെയ്ഡ് മൊത്തം എടുക്കണോ അല്ലെങ്കിൽ ഒരു കളർ നമുക്ക് ഈ ബോയ്സ് ഐറ്റംസിലൊക്കെ കളർ ചൂസ് ചെയ്തെടുക്കാം. സൈസ് സെറ്റ് വരുന്ന 28-30 ആണ്. 28-30 എടുക്കണം. 16-18 20 16-18 20 32-40 32-40. അങ്ങനെ ഞാൻ ചോദിച്ചാൽ കളർ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലും കളറിലൊക്കെ ക്വാണ്ടിറ്റി ആളുകൾ ചോദിക്കാറുണ്ട്. ചില കളറിൽ എല്ലാ കാറ്റഗറിയിലും ഇപ്പൊ ഡ്രസ് കോഡ് ട്രെൻഡിങ് ആണ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ആണുങ്ങൾ എന്തുകൊണ്ട് കോഡായിട്ട് ഉടുത്തൂടാ അല്ലേ? അതെ, അത് ഇത് മാത്രമല്ല, ബോയ്സിനും ജെന്റ്സിനൊക്കെ. അതെ, അത് ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഷർട്ട് ആയാലും അങ്ങനെ ചെയ്യാം. ടീഷർട്ടിന്റെ ഒക്കെ നല്ല ടീഷർട്ടുകളും ഡ്രസ് കോഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. പ്രത്യേകിച്ച് ഇപ്പം ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് ടീഷർട്ടിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് അല്ലേ? പിന്നെ ട്രാക്ക് പാന്റ്, ജോഗർ, ബാഗി അങ്ങനെ ഓൾ വെറൈറ്റീസ്. ലേഡീസിലായാലും ഞങ്ങൾ ഒരുപാട് വെറൈറ്റീസ് ചെയ്യാറുണ്ട്. ഓൾ വെറൈറ്റീസിന്റെ ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. പോക്കറ്റ് എത്ര എണ്ണം വേണം, ഇനി അത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. എന്തായാലും നമ്മൾ എക്സ്ട്രാ കൂട്ടണമെങ്കിൽ അതും ഓൺ പ്രോഗ്രാം എടുക്കും. ഒരു 6-8 പോക്കറ്റ് വരെ നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പോക്കറ്റ് ഇനി എവിടെ കൂട്ടണം, എങ്ങനെ കൂട്ടണം, അത് മാത്രം ഇനി പറഞ്ഞു തന്നാൽ മതി. ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പൊ ഇത് മാത്രമല്ല, ഒരു ബിഗ് ഹ്യൂജ് ഷോപ്പാണ്. നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല വീഡിയോയിൽ. എന്തായാലും കളക്ഷൻസ് റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്, ഇനി നിങ്ങൾ റെഡി ആയിക്കോണം. അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന് നമുക്ക് പറഞ്ഞാൽ മണിയൻ വാസു കോപ്പാസ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് സെഞ്ചുറി ടവറിലാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ വിസ്മയങ്ങളും ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അത് 3rd and 4th ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3rd and 4th അത് നമുക്ക് ലിഫ്റ്റ് ത്രൂ ആയാലും വരാൻ വെച്ചാൽ കാല് കുത്താണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഓഫീസിനുള്ളിലേക്കാണ് എത്തുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിലത്ത് നിന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് തലയിങ്ങനെ പൊന്നിച്ചാൽ ഇപ്പൊ കാണാം. ഇപ്പൊ മണിയൻ വാസു കോപ്പാസ് റെഡിമെയ്ഡ്സ് ആൻഡ് സാരീസ്. അപ്പൊ ഒന്ന് വിളിച്ച ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹാപ്പി ഷോപ്പിംഗ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.